ഓരോ വർഷവും തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിലുള്ള പ്രത്യേകിച്ച് കടൽ തീരത്തുള്ള ഓരോ ഇടവകളിലും ക്രിസ്മസ് ആഘോഷം വ്യത്യസ്തമായ രീതികളിലാണ് അവർ ആഘോഷിക്കുന്നത്. ആ ഇടവക്കാരുടെ മാത്രമല്ല, ആ ദേശത്തിൻ്റെ തന്നെ വലിയൊരു ആഘോഷമാണ്. പ്രത്യേകിച്ച് ഈ മരീനാട് കടപ്പുറത്തുള്ള ഇവിടുത്തെ ഒരു മച്ചാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് യുവജനങ്ങളുടെ ഒരു സംഘടന ഇവിടെ മനോഹരമായ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി അനേകം വ്യത്യസ്തമായ രീതിയിലുള്ള അലങ്കാരങ്ങളാണ് ഈ കടപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. ആ വലിയ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ മണൽ നിറഞ്ഞ ഈ ബീച്ചിലൂടെ വാഹനങ്ങൾ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ വലിയ അസാധ്യമായ കാര്യമാണ്. അതിനാൽ കടലിൻ്റെ മക്കളെ കാണാനായിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ സൈക്കിളിലാണ് ഈ ബീച്ചിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ മനോഹരമായ ദൃശ്യമാണ് ഇവിടുത്തെ യുവജനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 12 അടിയോളം ഉയരമുള്ള ഒരു നക്ഷത്രം. പുൽക്കൂടെല്ലാം റെഡിയായി കഴിഞ്ഞു. 24-ാം തീയതി രാത്രിയിൽ ഉണ്ണീശോ ഇവിടെ വരുമ്പോൾ മറ്റുള്ള ആട്ടിടയന്മാരും രാജാക്കന്മാരെല്ലാം വരുവാനായിട്ട് പുൽക്കൂടെല്ലാം ഇവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ കടപ്പുറത്തെ തീരദേശവാസികളുടെ വലിയൊരു ആഘോഷത്തിലേക്ക് പുൽക്കൂടും റെഡിയായി ഉണ്ണീശയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. തുർക്കിയിലും മറ്റും വിദേശികളെ ആകർഷിക്കുവാനായിട്ട് കാണുന്ന ഒരു ഹോട്ട് എയർ ബലൂണിലൂടെ ഇവിടുത്തെ യുവജനങ്ങൾ മച്ചാൻസ് ടീം ഒരു മനോഹരമായൊരു കാഴ്ച ഈ കടൽ തീരത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന കടന്നു വരുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റൊരു രംഗമാണ് ഈ ഹോട്ട് എയർ ബലൂൺ. സന്തോഷങ്ങളൊക്കെ ഈ കടൽ തീരത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ യുവജനങ്ങളുടെ ഇടയിൽ വലിയൊരു നിരാശ അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഐഫൽ ടവറിൻ്റെ മാതൃകയിൽ ഒരു മനോഹരമായ ഒരു ദൃശ്യം അവർ കടലിൽ നിർമ്മിച്ചിരുന്നു. കടലിലൂടെ ഒഴുകി നടക്കുന്ന ക്രിസ്മസ് ട്രീ എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞത്. അത് കഴിഞ്ഞ ദിവസം വലിയൊരു കാറ്റുണ്ടായി, അതിൽ കടലിലേക്കൊന്ന് മറിഞ്ഞു വീണു. അവർ വീണ്ടും അത് കരയിലേക്ക് വലിച്ചെടുത്തിട്ട് വീണ്ടും അത് നിർമ്മിക്കുകയാണ്. ക്രിസ്മസ് രാത്രി തന്നെ വീണ്ടും അവർ കടലിലൂടെ അത് ഒഴുക്കും. കടലിലൂടെ തെളിഞ്ഞ് കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് വലിയൊരു പ്രഘോഷണമായിട്ട് ഈ ടവറിനെ അവർ മാറ്റുമെന്നാണ് നമ്മോട് പറഞ്ഞത്. കുടുംബങ്ങളാണ് ഈ യുവജനങ്ങളുടെ യുവാക്കളുടെ ഒരു കലാവിരുത് കാണുവാനായിട്ട് ഈ ബീച്ചിൽ ഓരോ രാത്രികളിലും അവർ എത്തിച്ചേരുന്നത്. ഇതെല്ലാം നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ ഒരു മനോഹരമായൊരു ഹൃദയം അവരിവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ കടൽ തീരത്ത് സ്നേഹത്തിന് ദാരിദ്ര്യമില്ല എന്ന് ഒരു പ്രഘോഷിക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാ വർഷവും ഇത് കാണാൻ വരാറുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് ഇവിടെ ബീച്ചിൽ ഇവിടുത്തെ യുവാക്കള്? ഓരോ വിഷ്വലും ഡിഫറെന്റ് ആയിട്ടുള്ള, അതെ കുറെ പേരുടെ എഫേർട്സും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. മരീനാടിന്റെ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റൊരു ബീച്ചാണ് പുതുക്കുറിശി എന്ന് പറയുന്ന ഒരു ബീച്ച്. അവിടെ റെഡ് സ്റ്റാർ ഒരു ക്ലബ്ബുകാരുണ്ട്. അവരുടെ ഒരു പ്രത്യേകത ഇത് ഇപ്രാവശ്യം അവർ അലങ്കരിച്ചിരിക്കുന്നത് ക്രിസ്മസ് പാപ്പയാണ് സമ്മാനങ്ങളുമായിട്ട് എല്ലാവരും കാണാൻ എത്തുക. എന്നാൽ ഇവരിവിടെ സമ്മാനങ്ങൾക്കുള്ളിൽ ക്രിസ്മസ് പാപ്പയെ നിറച്ചിരിക്കുകയാണ്. മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ബീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എല്ലാ വർഷവും ഇവിടെ വരുന്നതാണോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അടിപൊളിയായിരിക്കും. ഇവിടുത്തെ പിള്ളേരെല്ലാം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അടിപൊളിയായിരിക്കുന്നു. ക്രിസ്മസ് അടിപൊളിയാണ് ഇവിടുത്തെ. ഇവിടുത്തെ ഈ കടലിന്റെ മക്കളുടെ ഒരു വലിയൊരു നെഞ്ചിലേറ്റിയ വലിയൊരു ആഘോഷമാണിതല്ലേ? തീർച്ചയായിട്ടും വലിയൊരു ആഘോഷം തന്നെ. ക്രിസ്മസ് അടിച്ചു പൊളിക്കുകയാണ് നിങ്ങൾ.
പ്രത്യേകിച്ച് ഈ കടൽ തീരത്ത് കടലിൻ്റെ മക്കൾക്കായിട്ട് ഈ പള്ളി മൈതാനത്ത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു മനോഹരമായ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വലിയ നക്ഷത്രമെന്ന് കേൾക്കുകയുണ്ടായി. വലിയ ജനശ്രദ്ധ ആകർഷിച്ചതാണ്. ഇത് എത്ര അടി ഉയരമുള്ള നക്ഷത്രമാണ്? ഇത് 42 അടി ഉയരവും 30 അടി വീതിയുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു വേദനയുടെ ഒരു സഹകരണത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മകളും പങ്കുവെക്കുക അതെന്താണ്? അതൊന്ന് പങ്കുവെക്കാം. നമ്മളിപ്പോൾ ബോട്ട് തൊഴിലാളി എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് ചെയ്തതാണ്. 11-12 പേര്. 12 ഓട്ട തൊഴിലാളികളെ ഇവിടെ അല്ല, ഞങ്ങളിവിടെ 10-40 പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെ തിരക്കും കാര്യങ്ങളായിട്ടൊക്കെ പോവും. 2 സ്റ്റാൻഡാണ് ഞങ്ങൾ. പിന്നെ അങ്ങ് കടപ്പുറം ബീച്ചിലേക്ക് അവർ പോവും. അപ്പോൾ അവർക്കൊന്നും എത്താൻ പറ്റാത്തതുകൊണ്ട് ഈ 12 പേരും മെനക്കെട്ട് വർഷങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് അവരുടെ ഇതിലാണ് ഇത് മുമ്പോട്ട് പോയത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടവർ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു വർഷമായിട്ട് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിട്ടു, ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ സമ്പത്ത് ഇത് സ്വരൂപിക്കുന്നതിൻ്റെ അതെങ്ങനെയാണ്? ഞങ്ങൾ 20 രൂപ വെച്ച് ദിവസം കളക്ട് ചെയ്യുമായിരുന്നു. കളക്ട് ചെയ്തിട്ടാണ് ഈ സംരംഭം ഇങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞത്. അതിൽ എല്ലാ തൊഴിലാളികളും മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായാണ് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയതും നമ്മളെ തീരത്തിന് ഒരു പ്രകാശവും പ്രചോദനവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹകരിച്ച് ഉണ്ടാക്കിയതാണ്. ഈ ഇടവകയുടെ സഹായത്തോടും കൂടി ഉണ്ടാക്കിയതാണ് ഈ സംരംഭം. അതോടൊപ്പം തന്നെ തിരുപ്പറവയുടെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആരുടെ ഐഡിയ ആണ്? പള്ളിയിൽ നിന്നുള്ളതാണോ, നിങ്ങളുടെ സ്വന്തമായ ഒരു ഐഡിയ ആണോ? ഒരിക്കലുമല്ല, അത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു ഇതാണ്. തിരുപ്പിറവി, റിബ് ഇതെല്ലാം വരണമെന്നുള്ളത് എല്ലാവരുടെയും കൂടി ഒരു ഐഡിയയിൽ ചെയ്തതാണ്, അല്ലാതെ ഒരാളുടെ ഐഡിയ എന്നല്ല. കൂട്ടായിരുന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുണ്ടായി, നിങ്ങളിവിടെ ഈ നക്ഷത്രം സ്ഥാപിച്ചതോട് ഒരു വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളവും ഒരു ആവേശവുമായിരുന്നു. അത് എത്രമാത്രം ശരിയാണ്? ശരിയാണ്, അവർ പറഞ്ഞ കറക്റ്റാണ്. ഇതിൽ പിന്നെ ഹിന്ദുക്കളുണ്ട്, അതൊരു മുസൽമാനുണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഒരു കൂട്ടായ പ്രവർത്തനമാണ് കൊട്ടോടത്തിന് പോകുന്നത്. ഒരു അച്ഛൻ്റെ ഒരു നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും നല്ല. അച്ഛൻ നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടായിരുന്നു. പാരീസ് കൗൺസിൽ അംഗങ്ങളും സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പള്ളി കോമ്പൗണ്ടിൽ വെച്ചാണ് ഇതെല്ലാം പണിതത്. എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് തൂക്കിയെടുത്തത്. പിന്നെ പൊതുവെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പം ഇത് ഇത്രയും ആയപ്പോഴത്തേക്ക് അടുത്ത വർഷം എല്ലാവരും നമ്മളോട് സഹകരിക്കാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു. എത്ര മനോഹരമായിട്ടാണ് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശം സാധാരണക്കാരായ നമ്മൾ പറയുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ കടൽ തീരത്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ആർക്കും വിവരിക്കാൻ പറ്റാത്തവണ്ണം അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ദശാംശം അവർ മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിമാനെന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ ഒരു തോൾ ചേർന്നുകൊണ്ട് ആ എളിമയുടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇവിടെ അവർ പ്രഘോഷിക്കുവാനായി, എല്ലാവരും സ്നേഹത്തിലൊന്നാണെന്ന് കാണിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ളവരും ഈ ഇടവക്കാരും ഈ ദേശത്തിലുള്ളവരും. മരിനാട് ബീച്ചിലുള്ള ക്ലബ്ബുകാരാണ് ഹൃദയത്തിൻ്റെ വിഷ്വൽ കാണിച്ചെങ്കിൽ ഇവിടെ പുതുക്കുരിശിക്കാർ, ഈ ബീച്ചിലെ റെഡ് സ്റ്റാർ ക്ലബ്ബുകാർ മാലാഹയുടെ വരുന്നവരെ മാലാഹമാരാക്കുവാൻ അലങ്കരിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസ് നമുക്കറിയാവുന്നതുപോലെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയൊരു ഉത്സവമാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് മരിയനാട് ഇടവകയിലാണ്. 2200ഓളം കുടുംബങ്ങളുള്ള ഒരു വലിയൊരു ഇടവകയാണ് മരിയനാട് എന്ന് പറയുക. ഇവിടുത്തെ യുവജനങ്ങളും ഇവിടുത്തെ ഓരോ ഇടവക ജനങ്ങളും ഒത്തിരിയധികം സഹകരിച്ചുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് യേശു ജനിച്ചതിൻ്റെ വലിയൊരു സന്തോഷം പങ്കിടുവാനായിട്ട് വ്യത്യസ്ത രീതിയിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ദേവാലയമായാലും ബീച്ച് പരിസരങ്ങളായാലും വളരെ ഭംഗിയായിട്ട് ഈ വർണ്ണശഫലമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകിച്ച് ഇവിടെ കൂടെയുള്ള യുവജനങ്ങളും ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഇവിടെ നയിക്കുന്ന കുറച്ചധികം ചേട്ടന്മാരുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരക്കാർ, പ്രത്യേകിച്ച് വലിയ ചേട്ടന്മാരുണ്ട്, ഇടവ കമ്മിറ്റിയുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച്, ഇടവ വികാരിയച്ഛനുണ്ട്, ഒത്തൊരുമിച്ചാണ് ഈ ഒരു വലിയ ആഘോഷം, സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ വലിയൊരു സന്ദേശം ലോകത്തിന് കൊടുക്കുക, പരിസരങ്ങളുള്ളവർക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ ഞങ്ങളായിരിക്കുക. ഈ വലിയ ഒരു ഉത്സവത്തിന് ഇവരെല്ലാവരുമാണ് പ്രധാനമായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്നത്. സോ എല്ലാവർക്കും നന്ദിയുണ്ട്. അതോടൊപ്പം മറ്റെല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു ആഘോഷം വ്യാപിക്കട്ടെ. ക്രിസ്തുവെന്ന വലിയ സന്ദേശം ലോകത്തിന് നൽകുന്ന വലിയ മാതൃക എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. വ്യത്യസ്തമായ കാഴ്ചകളാണ് തിരുവനന്തപുരം അതിരൂപതയുടെ
ഈ കടപ്പുറങ്ങളിലുള്ള ദേവാലയങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വ്യത്യസ്തമായ രീതികളിൽ ഇവിടുത്തെ ഓരോ യുവാക്കളും ഓരോ ക്ലബ്ബിലാണ്, ഓരോ ക്ലബ്ബുകൾ രൂപീകരിച്ചിരിക്കുന്നു. അവർ മത്സരിച്ചാണ് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നതും ജനങ്ങൾക്ക് തുറന്നു കാണിക്കുന്നതും. ഇവിടെ ഈ ദേശത്തിൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ തിരികൊളുത്തുകയാണ് ഓരോ ഡിസംബർ മാസങ്ങളും. ഈ ദേശത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ ജില്ലയിൽ നിന്നും വെളിയിൽ നിന്ന് പോലും അനേകർ വന്നാണ് ഇവിടെയുള്ള ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഈ തീരദേശത്തിലെ ദേശവാസികളുടെ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കുവാനായിട്ടും അത് അനുഭവിക്കുവാനായും അത് അറിയുവാനായും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട അടുത്ത ബീച്ചിൽ അവിടുത്തെ യുവാക്കൾ ക്രമീകരിച്ചിരിക്കുന്നത് അവിടുത്തെ വിശ്വാസികളെയും ദേശക്കാരെയൊക്കെ കാണുവാനായിട്ട് സൈക്കിളിൽ വരുന്ന ക്രിസ്മസ് അപ്പൂപ്പനാണെങ്കിൽ സൈക്കിളിൽ ഓടി നടന്ന് മടുത്ത ശേഷം ഈ ബീച്ചിൻ്റെ വരുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഊഞ്ഞാലിലിരുന്ന് ആടി തൻ്റെ ക്ഷീണം തീർക്കുന്ന ഒരു അപ്പൂപ്പനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തിരുവനന്തപുരം അതിരൂപതയിലെ പുത്തൻതോപ്പിലുള്ള സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് 38ഓളം അടി ഉയരത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ഈ ഡിസംബർ മാസത്തിൽ ഇവിടുത്തെ KCYM യുവജനങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അതിന് ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അനേകം ദിവസത്തെ അധ്വാനം, അതിനുശേഷം അവർ ഈ ക്രിസ്മസ് ട്രീ ഉയർത്തിയ ശേഷം ഈ ദേശത്ത് നിന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും രാത്രിയുടെ യാമങ്ങളിൽ അർദ്ധരാത്രിയോളം ഇവിടെ ആൾക്കാരിരുന്ന് ഈ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ഇരുന്ന് അവരുടെ ഓരോ ദിവസത്തെയും സങ്കടങ്ങളും സന്തോഷങ്ങളെല്ലാം പങ്കുവെക്കുകയും കുഞ്ഞുങ്ങളും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒത്തുചേർന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഈ പള്ളി ഗ്രൗണ്ടിലിരുന്നാണ് അവരുടെ ക്രിസ്മസ് സന്തോഷങ്ങൾ ഈ ദിവസങ്ങളിൽ പങ്കുവെക്കുന്നത്. വളരെ മനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കടൽ തീരത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. തീരത്തിനരികിലുള്ള മറ്റൊരു പള്ളിയാണ് പള്ളിത്തുറയിലുള്ള സെൻറ്റ് മേരീസ് മഗ്ദലീന ചർച്ച്. ലോകത്ത് പരിശുദ്ധ അമ്മ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ആ പേരുകൾ ആലേഖനം ചെയ്ത ആ ഛായാചിത്രങ്ങളടങ്ങിയ 350-ൽ പരം ചിത്രങ്ങളടങ്ങിയ ഒരു ചാപ്പൽ ഈ പള്ളിയുടെ അടുത്ത് തന്നെയുണ്ട്. ആ പള്ളിയുടെ മുറ്റത്ത് ക്രിസ്മസ് അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ യുവജനങ്ങളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിരിക്കുന്നത്. KCYM സംഘടനയിലെ യുവജനങ്ങൾ മനോഹരമായി ഈ പള്ളിയുടെ അങ്കണങ്ങളെല്ലാം അലങ്കരിച്ചിരിക്കുന്നു. വെട്ടുകാട് പള്ളി കടലിലേക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. വെട്ടുകാട് പള്ളിയുടെ മുൻവശം മുഴുവനും മുറ്റം മുഴുവനും കടൽ തീരമാണ്. അങ്ങോട്ട് നമ്മളെ ആകർഷിക്കുന്നത്, അങ്ങോട്ട് ആനയിക്കുന്നത് ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ, ഈ ഡിസംബർ മാസങ്ങളിൽ മാലാഖമാരുടെ ഒരു വ്യൂഹം തന്നെയാണ്. മാലാഖമാരുടെ ഒരു സമൂഹത്തിൻ്റെ ഇടയിലൂടെയാണ് ഇവിടെ വരുന്ന ജനങ്ങളെ അങ്ങോട്ട് ആനയിക്കുന്നത് തന്നെ. നമ്മൾ ഇന്ന് വൈകുന്നേരം മുതൽ ഓരോ ദേവാലയങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതിശയിപ്പിക്കുന്ന നയനമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഓരോ ദേവാലയങ്ങളും ക്രിസ്മസിന് ഒരുക്കമായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. അത് അനേര് വന്നിവിടെ കാണുമ്പോൾ അവരുടെ ഒരു ആത്മീയ സന്തോഷവും കൂടെ ഇതിൻ്റെ മുന്നിൽ ഒരു വലിയൊരു വിശ്വാസ ഒരു തീപ്പൊരി ബന്ധമായിട്ട് കത്തുന്ന നിമിഷങ്ങളാണ് ഈ ക്രിസ്മസ് രാവുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. (2025) ക്രിസ്തുമസ് കടന്നു പോകുമ്പോൾ തിരുവനന്തപുരംകാരുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തിരുവനന്തപുരം അങ്ങ് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം മനോഹരമാണ് ഈ തിരുവനന്തപുരത്തെ എല്ലാ ദേവാലയങ്ങളും തിരുവനന്തപുരം പട്ടണങ്ങളും. പല ദൃശ്യങ്ങളും നമുക്ക് സമയക്കുറവ് കൊണ്ട് കാണിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അത്രമാത്രം മനോഹരമാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത്. ക്യാമറ ലിറ്റിൽ ട്രിസയ്ക്കൊപ്പം സജി ആൻ്റണി, ഷെക്കീന.